ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മലയോര മേഖലയിൽ അപ്രതീക്ഷിത കൊടുങ്കാറ്റും മഴയും, വ്യാപക നാശനഷ്ടം. കാക്കയങ്ങാട് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മതിലിലിടിച്ച് അപകടം. കൈക്കും തലയ്ക്കും പരിക്കേറ്റ മാത്യുവിനെ പെരാവൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടിയൂർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഹോണ്ട സ്കൂട്ടി മോഷണം പോയതായി പരാതി. കൊട്ടിയൂർ വെങ്ങലോടിയിലെ മണ്ണൂർ ജിതേഷിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടിയാണ് മോഷണം പോയത്. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൂത്തുപറമ്പ് സ്വദേശി മോഹനന്റെ മകൻ ആരോമലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. മരിച്ചുപോയ രോഗിയോട് നേരിട്ട് ഹാജരായി തെളിവ് നൽകാൻ ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ നോട്ടീസ്. 5 വർഷം മുമ്പ് വയറ്റിൽ കത്രിക കുടുങ്ങി തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശി ജോസഫ് പോളിനോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് നോട്ടീസ് അയച്ചത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും കെട്ടിടം തകർന്ന് അപകടം. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിന് മുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നു. പലിശരഹിത സ്വർണ്ണ വായ്പയുടെ മറവിൽ വൻ തട്ടിപ്പ്. മുഖ്യപ്രതി അറസ്റ്റിൽ. എടക്കാട് സ്വദേശി ഇസ്മയിലാണ് പിടിയിലായത്. കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ ഭിന്നശേഷിക്കാരന് ക്രൂരമർദ്ദനം. ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടെ 4 അംഗ സംഘം മർദ്ദിച്ചത്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് സ്പാർക്കിന് കത്ത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല. തുടർ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർക്ക് കൈക്കൂലി നൽകേണ്ടി വന്നു. ഗുരുതര ആരോപണവുമായി സനൂപിന്റെ അമ്മ. കൊയിലാണ്ടിയിൽ 21-കാരിയായ ശ്രീനന്ദ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. നെറ്റിയിലും താടിയിലും മുറിവ്. മരണത്തിൽ ദുരൂഹത. ആലപ്പുഴയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടി. മകൻ കസ്റ്റഡിയിൽ. കൊലപാതകമെന്ന് സംശയം. രാധയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരുവിൽ സ്കൂളിന് സമീപം 2 വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിലുണ്ടായ വഴക്കു പരിഹരിക്കാൻ ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. സാങ്കേതാണ് മരിച്ചത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആർ നീലകണ്ഠൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. 8 സെന്റിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ. വയനാട് കോൺഗ്രസ് ഭവന പദ്ധതി തറക്കല്ലിടിയിൽ നാളെ. വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം. പറവൂർ സ്വദേശിയായ 24-കാരന് ദാരുണാന്ത്യം. മരണം നാട്ടിൽ അവധിക്കെത്തി സ്ലൊവീനിയയിലേക്ക് മടങ്ങുന്നതിനിടെ. തിരുവനന്തപുരത്ത് അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പിതാവിന് ദാരുണാന്ത്യം. മാത്യു ജോണാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. CPIM ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി മുൻ അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ അത്തോളി വേളൂർ ഷോണിമയിൽ M ലക്ഷ്മി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവാവ് കോഴിക്കോട് പോലീസ് പിടിയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വരി നിൽക്കുന്നതിനിടെ സ്ത്രീ കുഴഞ്ഞു വീണു. മുസ്ലിം ലീഗ് നേതാവായ അധ്യാപകൻ പള്ളിയുടെ അകത്ത് വെച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. വൈറ്റില റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപ്പെടുന്നതിന് മുൻപ് സുധ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് റിപ്പോർട്ട്. കോഴിക്കോട് ഫറോക്കിൽ KSRTC ബസ് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചു. 3 പേർക്ക് പരിക്ക്. കഞ്ചിക്കോട് IITയിൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. വീടിനു ചുറ്റും പെട്രോൾ ഒഴിച്ച് തീവെച്ച് 5 അംഗ കുടുംബത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ സഹോദരൻ പിടിയിൽ. പേരട്ടയിലെ പുത്തൻ വീട്ടിൽ അന്നമ്മ ജോഷുവ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് സെന്റ് മേരീസ് ആൻഡ് സെന്റ് തോമസ് OH ചർച്ച് കിളിയന്തറയിൽ. വെള്ളർവള്ളിയിലെ രാജേഷ് കല്ലുങ്കൽ നിര്യാതനായി. 42 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. തൊണ്ടിയിലെ സീന കല്യാണ മണ്ഡപ സ്ഥാപകൻ കണിച്ചാറിലെ പന്നിക്കുത്തുമാക്കൽ ഫിലിപ്പോസ് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം RSP കണ്ണൂർ ജില്ലാ സെക്രട്ടറി V മോഹനൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 10 രൂപ കൂടി 14,840 രൂപയും പവന് 80 രൂപ കൂടി 1,18,720 രൂപയുമായി. വെള്ളിക്ക് 285 രൂപയുമായി.
കേളകത്തെ ഇന്നത്തെ വില നിലവാരം: റബ്ബർ 220, ലോട്ട് 205, ഒട്ടുപാൽ 140, കുരുമുളക് 675, അടയ്ക്ക 405, കശുവണ്ടി 161, തേങ്ങ 54, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 130. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.